ഇലക്ട്രോണിനെ കുറിച്ച് പറഞ്ഞു. നെഗറ്റീവ് ചാർജ് ആണ്. മാസ് തീരെ കുറവ്. അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1837 ഭാഗത്തിൽ ഒരു ഭാഗം 1837 ഒരു ഭാഗമേ ഉള്ളൂ. ന്യൂക്ലിയസിന് പുറത്തേക്ക് കാണപ്പെടുന്നു. ഇനി പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള കണമാണ്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായിട്ട് മാസ് ഉള്ളത് പ്രോട്ടോണിനാണ് ന്യൂക്ലിയസിൽ കാണുന്നത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തേക്ക് കാണുന്നു. പ്രോട്ടോൺ ന്യൂക്ലിയസിൽ കാണുന്നു. ഇനി ന്യൂട്രോണോ? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്നാണ് പറഞ്ഞത്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത കണമാണ്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. പ്രോട്ടോണിനെ പോലെ തന്നെ ന്യൂട്രോണിനും മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ന്യൂക്ലിയസിൽ കാണുന്നു. ന്യൂട്രോൺ ന്യൂക്ലിയസിൽ കാണുന്നു. അപ്പോൾ ഇലക്ട്രോൺ മാത്രമാണ് ന്യൂക്ലിയസിന് പുറത്ത് കാണപ്പെടുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൽ തന്നെയാണ് കാണുന്നത്. ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. അതെന്താണ്? പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായതിനാൽ ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായതിനാൽ ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ച റൂദർഫോർഡ് ആണ്. എണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ആറ്റത്തിന്റെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അതുപോലെ പ്രോട്ടോണിന്റെ ഒരു മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണെന്ന് കണ്ടെത്തിയതും റൂദർഫോർഡ് ആണ്. അപ്പം പ്രോട്ടോൺ കണ്ടുപിടിച്ച റൂദർഫോർഡ് തന്നെയാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത്. റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃക. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. അപ്പോൾ ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രഭാഗത്താണ് ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. അപ്പോൾ ആറ്റത്തിന് ഒരു കേന്ദ്രം ഉണ്ടെന്നും കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്നും കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് കണ്ടെത്തിയത് അദ്ദേഹം. ഇലക്ട്രോണുകൾ ഷെല്ലിലെ ന്യൂക്ലിയസിനെ ചുറ്റുന്നു. അപ്പോൾ ന്യൂക്ലിയസിനെ ചുറ്റുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റുന്നു. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. അപ്പോൾ ആറ്റത്തിന്റെ കേന്ദ്രം ന്യൂക്ലിയസ് ആണെന്നും ആ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ആധുനിക ആറ്റം മാതൃക കണ്ടുപിടിച്ചത് നീൽസ് ബോർ ആണ്.